പ്രകൃതി സുന്ദര കാഴ്ചകളിൽ എന്നും മിടുക്കിയായ ഇടുക്കിയിലെ മലയോര പാതയിലൂടെ ഞങ്ങൾ സിനിമാ സഞ്ചാരി സംഘം എത്തിയിരിക്കുന്നത് ഇവിടെ മൂലമറ്റത്തുള്ള ശ്രീ ഭക്താനന്ദ ശബരി ആശ്രമത്തിന് മുന്നിലാണ്. ഇവിടെയാണ് എന്ന സിനിമയുടെ പ്രൊമോഷൻ ഷൂട്ട് നടക്കുന്നത്. നമുക്ക് ലൊക്കേഷനിലേക്ക് പോയാലോ? ശബരി ആശ്രമത്തിലേക്കുള്ള വഴിയരികിലെ ഈ താൽക്കാലിക ഇരിപ്പിടത്തിലിരുന്നാണ് അകലേക്ക് കൈചൂണ്ടി ജാഫർ ഇടുക്കിച്ചേട്ടൻ്റെ കഥാപാത്രം എന്തോ ദിലീഷ് പോത്തൻ ചേട്ടനോട് പറയുന്നത്. പടം ഇറങ്ങുന്നതിന് മുമ്പ് ഹിറ്റായി മാറിയ ആ സ്റ്റിൽ ഫോട്ടോ എടുത്തത് ദേ ഇവിടെ വെച്ചാണ്. എന്ന ചിത്രത്തിൻ്റെ ആ സൂപ്പർ ഹിറ്റ് സ്റ്റിൽ ഫോട്ടോ ഇല്ലേ, അതിൽ ജാഫർ ഇടുക്കിച്ചേട്ടനും ദിലീഷ് പോത്തൻ ചേട്ടനാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകനുമായ അനീഷ് ലാലുമാണ്. ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഷൂട്ട് നടക്കുന്നത്, ആദ്യമായിട്ടാണ്. ഈ സ്ഥലം ആക്ച്വലി ഇതിൻ്റെ റൈറ്റർ കവിപ്രസാദിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റൂട്ടും ഇതിൻ്റെ ഭംഗിയൊക്കെ അറിയുന്ന ഒരാളാണ് കവി. അപ്പോൾ ശരിക്കും ഈ സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് ഈ സ്ഥലം കാണിച്ചതിന് ശേഷമാണ് ഞങ്ങളോട് കഥ പറയുന്നത്. കഥ പറയാൻ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പുള്ളിയുടെ വണ്ടിയിൽ കയറുമ്പം പുള്ളി പറഞ്ഞില്ല, ഞാൻ അവിടെ ലൊക്കേഷൻ കണ്ടതിന് ശേഷം ഞാൻ കഥ പറയാം എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ലൊക്കേഷനിൽ വരുന്നു. ലൊക്കേഷൻ്റെ ഈ ടെറൈൻ്റെ ഒരു ഈ ഭൂപ്രകൃതി ഉണ്ട്, ചരിഞ്ഞ് കിടക്കുന്ന ഭൂമിയാണ്. പിന്നെ ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് എത്താനൊക്കെ ഉള്ളൊരു ദൂരം 2 കിലോമീറ്ററൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഗ്രാഫ് മനസ്സിലാക്കിയാൽ ഈ കഥ മനസ്സിലാവുന്ന പുള്ളിക്ക് അറിയാവുന്നുണ്ട്. പുള്ളി അത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കത് വർക്കായി. അങ്ങനെയാണ് ഞങ്ങളിത് വന്നത്. ഈ മലമടക്കളുടെ സൗന്ദര്യം അത് പെട്ടെന്ന് ക്യാമറയിൽ ഒപ്പിയെടുക്കുമ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ ചെറിയ ടെക്നിക്കൽ ഉപയോഗിച്ചു, അതിനെ കുറിച്ചൊന്ന് പറയാം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളിതിൽ യൂസ് ചെയ്തേക്കുന്നത് ശരിക്കും അലക്സ LF ആണ്, ആര്യ അലക്സ മിനി LF ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സിഗ്നേച്ചർ പ്രൈം ലെൻസ്, അതിൻ്റെ സിഗ്നേച്ചർ പ്രൈം ലെൻസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം ഇത് നിൽക്കുന്ന സ്ഥലം, ചായക്കട സെറ്റ് ഇട്ടേക്കുന്ന സ്ഥലവും തൂക്കായിട്ടൊരു മലയുണ്ട് ബാക്ക് ഡ്രോപ്പിൽ. അപ്പോൾ ഞങ്ങൾക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ചരിഞ്ഞ് കിടക്കുന്നൊരു മലയല്ലത്. അപ്പം നമുക്കിത് ഫുള്ളി ക്യാപ്ചർ ചെയ്യാൻ കുറച്ച് വൈഡർ ഫോർമാറ്റ് നല്ലതാണ് തോന്നി. പിന്നെ മാത്രമല്ല ടോട്ടലി ഇത് വൈഡിൽ കാണുമ്പോഴാണല്ലോ കുറച്ചുകൂടെ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈഡ് ഫോർമാറ്റ് യൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നമസ്കാരം തോമസ് സെബാസ്റ്റ്യൻ ചേട്ടാ, വർഷങ്ങളായുള്ള ബന്ധം. ഏഷ്യാനെറ്റ് സിനിമയുടെ ഇപ്പൊ സിനിമാ സഞ്ചാരി എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഒരു സഞ്ചാരമാണല്ലോ ജീവിതം. നിങ്ങൾ ശരിക്കും നേരിട്ട് പോകുന്നു, നമ്മള് സമാന്തര റോഡിലൂടെ ഒപ്പം നടക്കുന്നു, സഞ്ചരിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷം. ചിത്രത്തിന്റെ പേരിനൊരു പുതുമയുണ്ട്. അതിന്റെ പഞ്ചിലയും പോലെ കഥയിലും പേരിലും പുതുമകളുമായി മാത്രമല്ല പ്രൊമോഷൻ അതിനേക്കാൾ ഒരു പുതുമ വന്നപ്പോൾ പാച്ച് വർക്ക് നടക്കണമെന്ന് ഞാൻ കരുതി. സാബു തോമസിനോട് ചോദിച്ചപ്പോൾ പാച്ച് വർക്ക് അല്ല, ഇതൊരു വെറൈറ്റി പ്രൊമോഷനാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു ഐഡിയ തോന്നാൻ കാര്യം? അല്ല, എന്തെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പുതുമയിലൂടെയൊക്കെ പോയിട്ടേ കാര്യമുള്ളൂ തോന്നി. കാരണം സിനിമ അതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊമോഷനും ഇനി നല്ല പ്രൊമോഷൻ കൂടെ ഉണ്ടെങ്കിൽ സിനിമ തിയേറ്ററിലെത്തിയ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ പ്രൊമോഷനിൽ നിൽക്കില്ല തോന്നൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു. അതുകൊണ്ട് തന്നെ പ്രൊമോഷനിലൊരു പുതുമ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വേണ്ട എല്ലാ സജ്ജീകരണവും ഉണ്ട്. എനിക്ക് തോന്നുന്നു 65-70 പേരുണ്ട്. പാച്ച് വർക്ക് നടക്കുന്ന എനിക്ക് പാച്ച് വർക്ക് പോലെയാണ്. കാരവാനും ഉണ്ട്, ക്രെയിനുണ്ട്, എല്ലാ സാധനം വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ലൈറ്റ്സും യൂണിറ്റ് സെയിം. നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഷൂട്ട് ചെയ്യേണ്ട അതേ അവസ്ഥയിൽ എടുക്കാം, തീർച്ചയായിട്ടും എടുക്കാം. അത്രയും വൈഡായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു കാര്യത്തിൽ അഭിനന്ദനം. 2 കസേര 3 ഫ്ലെക്സ്, അത് വെച്ചുള്ള പരമ്പരാഗത രീതി കണ്ട് അതുകൊണ്ടാണോ ആളുകൾ സിനിമയ്ക്ക് വരാത്തെന്ന് എനിക്ക് സംശയം ഉണ്ടായി. കാരണം 3 ഫ്ലെക്സ് 2 കസേര. തോമസ് ഏട്ടന്റെ ഷർട്ടും മാറുന്നില്ല, ആർട്ടിസ്റ്റിന്റെ ഷർട്ടും മാറുന്നില്ല, അവതാരകന്റെ ഷർട്ടും മാറുന്നില്ല, അവതാരകയുടെയും മാറുന്നില്ല, ചോദ്യങ്ങൾക്കും മാറ്റമില്ല. താങ്കൾ എങ്ങനെ സിനിമയിൽ വന്നു, എത്ര കാലത്തെ എക്സ്പീരിയൻസ്, ഇങ്ങനെ ചോദിച്ചു. അത് മാറാൻ വേണ്ടിയുള്ള ആദ്യ ചുവടുവയ്പ് ആയുടെ. ഇനി ഒരു സംശയം കൂടെ, ഈ പേരെങ്ങനെ പിടിച്ചു? ഇതുവരെ മലയാളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത പേരാണല്ലോ. പേര് പിടിച്ചതെന്ന് ചോദിച്ചാൽ ആക്ച്വലി നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പേരിടാൻ കാരണം. മനസ്സിലായി. നമ്മൾ പേരിലൊരു പുതുമ വേണമല്ലോ. തീർച്ചയായും അത് കഥയിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ കഥയിൽ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരിടാൻ കാരണമെന്ന്. ഒരുപാട് പേരുകൾ വന്നു പോയിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് സസ്പെൻസ്. അപ്പൊ അതുകൊണ്ട് ആ പേരിലൊരു സസ്പെൻസ് ഉണ്ട്. തീർച്ചയായും. പക്ഷെ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വേറെ ആരും ഇതിനു മുമ്പോ ഇതിന് ശേഷമോ ഈ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇല്ല, അത് രജിസ്റ്റർ ചെയ്യില്ല. കാരണം ഞാനന്ന് മറ്റേ ഓഡിയോ ലോഞ്ചിന് പറഞ്ഞിരുന്നു, മലയാള അക്ഷരമാലയിലെ ആദ്യത്തെ വരിയിലെ അവസാനത്തെ 2 അക്ഷരമാണ് ഇത് ആരും യൂസ് ചെയ്യാത്ത വാക്കുകളാണ്. എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല. ആ കഴിഞ്ഞിട്ട് ഒരു 0 അത് യൂസ് ചെയ്യാറില്ല. ആയി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. വളരെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിങ്ങനെ ആരും കാണാൻ നടക്കുകയായിരുന്നു. ഇപ്പൊ ഇനി ആൾക്കാർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു യൂസേജ് ഉണ്ട് ശരിയാന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അതൊരു പുതുമ തന്നെയാണ്. ആ പുതുമ എന്തായാലും കഥയിലുള്ള പുതുമ സിനിമ കാണുമ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം.
ഇപ്പൊ മനസ്സിലെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയില്ല നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് നമ്മൾ അടുപ്പും അത് ലൊക്കേഷനിൽ പോയ നെഗറ്റീവ് റിവ്യൂ എന്ന കാലത്തൊക്കെ നമ്മളത് ആലോചിക്കണം. ലൊക്കേഷനിൽ വന്ന് ലൊക്കേഷൻ സത്യത്തിൽ ഞാൻ അന്നത്തെ പരിപാടി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ ഒത്തിരി വർഷം മുമ്പ് കണ്ടത്. ഏഷ്യാനെറ്റ് പോലെ ബന്ധമാണ്. തീർച്ചയായും. അപ്പം ചാനലുകൾ മാറുമ്പോഴും സൗഹൃദം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. സാധാരണ ഫിലിം പ്രൊമോഷൻ ഷൂട്ടുകൾക്ക് പോകുമ്പോഴൊക്കെ കാണുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പോഴൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് എൻ്റെ ക്യാമറയുടെ മുന്നിൽ ഒരിക്കൽ ഇവരെ കൊണ്ടുവരണം. ഇതുവരെ നടന്നില്ല. കാരണം ഇവരെപ്പോഴും ക്യാമറയുടെ പിന്നിൽ സജീവമായിരിക്കും. ഇന്നത് ആദ്യമായിട്ട് ഇവിടെ എന്ന ചിത്രത്തിൻ്റെ ഫിലിം പ്രൊമോഷൻ ഷൂട്ടിന് വന്നപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് കണ്ടു. ഞങ്ങളൊക്കെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ്. അത്യാവശ്യം പ്രായം കൂടിയ ഞാനാണ്. ആ ബഹുമാനം എപ്പോഴും തരാറുണ്ട്. എന്തായാലും മലയാള സിനിമയുടെ ഒപ്പം സഞ്ചരിക്കുന്നവരും സിനിമകളെ വിജയിപ്പിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നവരുമാണ്. ഓൺലൈൻ ചാനലുകളാണ്. എല്ലാവരും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നില്ല. പക്ഷേ ഇവരുടെ കൂടെ അധ്വാനവും ഏർപ്പും ഓരോ സിനിമയുടെ വിജയത്തിന് പിന്നിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.